ലോക ജനസംഖ്യാ ദിനം എന്ന ആശയം ഐക്യരാഷ്ട്രസഭയുടെ മുമ്പാകെ വെച്ച മലയാളി ഡോക്ടർ കെ സി സക്കറിയ ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ലോക ജനസംഖ്യാ ദിനം ക്വിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UPHS HSS കോളേജ് PSC GK ആവശ്യമായ ചോദ്യങ്ങൾ അടങ്ങിയ ക്വിസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഏത് വർഷമാണ് UN ലോക ജനസംഖ്യാ വർഷം ആചരിച്ചത്? ലോക ജനസംഖ്യാ വർഷം ആചരിച്ചത് 1974. രാജ്യത്തിന്റെ വികസനത്തിനായി സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനായി മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്ത്? സെൻസസ് എന്നാണ് ഈ പ്രവർത്തനത്തിന് പേര്. ജനങ്ങൾക്ക് സേവനങ്ങളും ആനുകൂല്യങ്ങളും നൽകാനായി ആവശ്യമായ എന്തെന്തു പദ്ധതികൾ ഏതേതു പ്രദേശത്ത് വേണമെന്നതിന് വ്യക്തത വരുത്താൻ ജനങ്ങളെക്കുറിച്ച് പഠിക്കണം. അതിനായി രാജ്യത്തെ ജീവിച്ചിരിപ്പുള്ള ഓരോ വ്യക്തിയുടെയും ജാതി, മതം, പ്രായം, ലിംഗം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി വിവിധങ്ങളായ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ സെൻസസ് വഴി ശേഖരിക്കുന്നു. അവ വിശകലനം ചെയ്ത് പഠിച്ചാണ് അനുയോജ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. സെൻസസിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഏതു രാജ്യത്തിന്റെ സെൻസസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് എന്ന് അറിയാമോ? ഇന്ത്യയുടെ സെൻസസ് ആണ് ലോകത്തെ ഏറ്റവും വലിയ സെൻസസ്. ഇന്ത്യയിൽ സെൻസസിന് പറയുന്ന മറ്റൊരു പേര് കാനേഷുമാരി എന്നൊരു പേര് കൂടിയുണ്ട്. കാനേഷുമാരി എന്നത് ഏതു ഭാഷയിൽ നിന്ന് വന്ന വാക്കാണ്? ഖാനേം ഷോവരെ എന്ന പേർഷ്യൻ ഭാഷയിലെ വാക്കിൽ നിന്നാണ് കാനേഷുമാരി വന്നത്. ലോകത്ത് ആദ്യമായി കുടുംബാസൂത്രണം, അതായത് ഫാമിലി പ്ലാനിംഗ് നടപ്പാക്കിയ രാജ്യമേത്? ഇന്ത്യയാണ് ആദ്യമായി ഫാമിലി പ്ലാനിംഗ് നടപ്പാക്കിയത്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ് ജനസാന്ദ്രതയിൽ മുന്നിൽ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിമാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. രാജ്യത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? താനെ, മഹാരാഷ്ട്രയിലെ താനെ ജില്ല. രാജ്യത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ദിബാങ് വാലി, അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലി ജില്ല. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി വാൾട്ടർ ആണ് ഇന്ത്യൻ സെൻസസിന്റെ പിതാവ്. ഹെൻറി വാൾട്ടറുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന സെൻസസ് ഏതാണ്? 1830 ധാക്ക പട്ടണത്തിൽ നടത്തിയ സെൻസസ്. ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി സെൻസസ് ഏത് വർഷമാണ് നടന്നത്? 1872 രാജ്യവ്യാപകമായ ആദ്യ സെൻസസ് ഇന്ത്യയിൽ നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യവ്യാപകമായ സെൻസസ് ആരുടെ ഭരണകാലത്താണ്? ലോർഡ് മേയോ പ്രഭു വൈസ്രോയി ആയിരിക്കുന്ന കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്ന വർഷം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് 1881
1881. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണവും ശാസ്ത്രീയവുമായ 1881 സെൻസസ് നടത്തിയ ഭരണാധികാരി ആരാണ്? വൈസ്രോയിയായ റിപ്പൺ പ്രഭു, ലോർഡ് റിപ്പൺ. അദ്ദേഹമായിരുന്നു അക്കാലത്ത് വൈസ്രോയ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു, ലോർഡ് റിപ്പൺ ആണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ സെൻസസിന്റെ പിതാവ്. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജില്ല. മലപ്പുറം. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജില്ല. വയനാട്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏത്? തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത്? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയാണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ല. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ നയം കൊണ്ടുവന്ന വർഷം 1976. രണ്ടാം ദേശീയ ജനസംഖ്യാ നയം കൊണ്ടുവന്നത് ഏതു വർഷം? 2000 ആണ്ട്. 2000 ആണ്ടിലാണ് രണ്ടാം ദേശീയ ജനസംഖ്യാ നയം കൊണ്ടുവന്നത്. 2000 ദേശീയ ജനസംഖ്യാ നയം അവലോകനം ചെയ്യാനും നിരീക്ഷിക്കാനും രൂപീകരിച്ച കമ്മീഷൻ ഏത്? ദേശീയ ജനസംഖ്യാ കമ്മീഷൻ. നാഷണൽ പോപ്പുലേഷൻ കമ്മീഷൻ, NPC എന്ന ചുരുക്കപ്പേര്. നാഷണൽ പോപ്പുലേഷൻ കമ്മീഷൻ NPC രൂപീകരിച്ചത് എന്നാണ്? 2000 മെയ് 11. 2000 ആണ്ട് മെയ് 11 NPC രൂപീകരിച്ചത്. നാഷണൽ പോപ്പുലേഷൻ കമ്മീഷൻ ചെയർമാൻ അഥവാ അധ്യക്ഷൻ ആര്? NPC കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ജനസംഖ്യയിൽ ഉത്തർപ്രദേശിനെ മറ്റ് ലോക രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ എത്രാം സ്ഥാനമാണ് ഉണ്ടാവുക എന്ന് പറയാമോ? 5-ാം സ്ഥാനം. 5-ാം സ്ഥാനമാണ് ഉത്തർപ്രദേശിനുണ്ടാവുക. ഉത്തർപ്രദേശിനേക്കാൾ ജനസംഖ്യയുള്ള മറ്റ് ലോക രാജ്യങ്ങൾ ഏതൊക്കെ? ചൈന, USA, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ 4 രാജ്യങ്ങളാണ് ഉത്തർപ്രദേശിനേക്കാൾ ജനസംഖ്യയുള്ള ലോകരാജ്യങ്ങൾ. ഉത്തർപ്രദേശിനേക്കാൾ കുറവ് ജനസംഖ്യയുള്ള രാജ്യങ്ങൾ മാത്രം ഉള്ള വൻകരകൾ ഏതൊക്കെ? ആഫ്രിക്ക, യൂറോപ്പ്, തെക്കേ അമേരിക്ക, പിന്നെ ആകെ ഒറ്റ രാജ്യമായ ആസ്ട്രേലിയ വൻകരയും. 4 വൻകരകൾ. ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ജനസംഖ്യയിൽ എത്രാമത്തെ സ്ഥാനത്താണ്? 9-ാം സ്ഥാനം. 9-ാം സ്ഥാനത്താണ് റഷ്യ ജനസംഖ്യയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏതു ജില്ലയിലാണ്? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കേരളത്തിൽ ഏറ്റവും കുറവ്. പട്ടികജാതി വിഭാഗം ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ പട്ടികജാതി വിഭാഗം ജനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? വയനാട് ജില്ല. വയനാട് ജില്ലയാണ്. ജനസംഖ്യാ ദിന ക്വിസ് പഠിക്കാൻ ജയിക്കാൻ ഉണ്ണീസ് വിദ്യാപാത സബ്സ്ക്രൈബ് ചെയ്യൂ. ലോക ജനസംഖ്യ വളരെ കുറഞ്ഞ കാലയളവിൽ വർദ്ധിക്കുന്നതിന് സഹായിച്ച 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ കണ്ടുപിടുത്തം ഏതാണ്? നൈട്രജൻ അധിഷ്ഠിത വളങ്ങൾ. നൈട്രജൻ അധിഷ്ഠിത വളങ്ങളുടെ കണ്ടുപിടുത്തം. 1804
100 കോടി മാത്രമുണ്ടായിരുന്ന ലോക ജനസംഖ്യ 220 വർഷം കൊണ്ട് 800 കോടിയിലധികമായി, അതായത് 8 ഇരട്ടിയായി വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങൾ: ആരോഗ്യ സംരക്ഷണം, ശുചിത്വം എന്നീ കാര്യങ്ങളിലുള്ള പുരോഗതി. 1881 മുതൽ 1941 വരെ ഇന്ത്യയിൽ സെൻസസ് നടത്താനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം ആർക്കായിരുന്നു? സെൻസസ് കമ്മീഷണർക്ക്. സെൻസസ് കമ്മീഷണർ. 1881 ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടത്തിയപ്പോൾ ആരായിരുന്നു സെൻസസ് കമ്മീഷണർ? W.C. പ്ലോഡൻ. W.C. പ്ലോഡൻ. വില്യം ചിഷേൽ പ്ലോഡൻ. ഇന്ത്യയിൽ സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 246. ആർട്ടിക്കിൾ 246. സ്വതന്ത്ര ഇന്ത്യയിൽ 1951 മുതൽക്ക് സെൻസസ് നടത്താൻ ചുമതലപ്പെട്ടത് ആരാണ് എന്നറിയാമോ? രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷണർ. രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷണർക്കാണ് ഉത്തരവാദിത്തം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷണർ ആര്? ഇപ്പോഴത്തെ രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷണറായി ചുമതലപ്പെട്ടത് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. മൃത്യുഞ്ജയ് കുമാർ നാരായൺ. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. രാജ്യത്ത് 2026-27 വർഷം നടക്കാൻ പോകുന്ന സെൻസസ് എത്രാമത്തെ സെൻസസ് ആയിരിക്കും? നിങ്ങളുടെ ഉത്തരം കമന്റായി എഴുതൂ. വേഗമാകട്ടെ, ദാ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.